വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MG യൂണിവേഴ്സിറ്റി 2026 BEd അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് MG യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ BEd ക്യാപ്പിലാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്താനുള്ള അവസരമുണ്ട്. ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട്, ആ തെറ്റുകൾ തിരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത കോളേജിന്റെ ഓപ്ഷനുകളുണ്ട്, ഒരു 10-15 കോളേജുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. അതിൽ വേണ്ട എഡിറ്റുകൾ നമുക്ക് ചെയ്യാം. എഡിറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ കോളേജ് കൊടുക്കാം, നിലവിൽ കൊടുത്ത കോളേജുകൾ ഡിലീറ്റ് ചെയ്യാം, ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് ഡിലീറ്റ് ചെയ്യാം, കിട്ടിയ കോളേജുകൾ മുന്നോട്ട് മാറ്റാം. അതുപോലെ നമ്മൾ കൊടുത്ത ഓപ്ഷനുകൾ മൊത്തം മാറ്റിയിട്ട് പുതിയ ഓപ്ഷനുകൾ നൽകാം. ഇതിനൊക്കെയുള്ള അവസരമുണ്ട്. ഈ അവസരം 17-ാം തീയതി വരെയാണ് ലഭ്യമായിട്ടുള്ളത്. ഈ വരുന്ന 17-ാം തീയതിക്കുള്ളിലാണ് അത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതിനും എല്ലാ അവസരമുണ്ട്. ആ അവസരം പരമാവധി വിദ്യാർത്ഥികൾ ഉപയോഗിക്കുക. MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലോഗിൻ എന്ന ബട്ടണിൽ സ്റ്റുഡന്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് അറിയാൻ സാധിക്കുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കുക, ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാം. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്റ്റുഡന്റ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. അതും വിദ്യാർത്ഥികൾക്ക് ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. വേണ്ട എഡിറ്റുകൾ ഈ വരുന്ന 17-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ വരാൻ നേരത്ത് നമ്മളത് ശ്രദ്ധിക്കുമ്പോഴേക്കും ഇതിന്റെ സമയം കഴിഞ്ഞു പോകും. അതുകൊണ്ട് എഡിറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെയാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടത് എന്ന് ആദ്യം തീരുമാനിച്ചിട്ടായിരിക്കണം നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യേണ്ടത്. അത് കംപ്ലീറ്റ് ചെയ്യണം. എഡിറ്റിംഗ് ഓപ്ഷൻ തുറന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ സേവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യം കൂടി അറിയിക്കുകയാണ്. ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.